ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ്. കഴിഞ്ഞ സീസണിൽ ചിന്നസ്വാമിയിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടിയപ്പോൾ നമുക്ക് ലഭിച്ചത് IPL-ലെ എക്കാലത്തെയും മികച്ച ത്രില്ലിംഗ് മത്സരങ്ങളിൽ ഒന്നായിരുന്നു. ആ മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ RCBക്ക് പ്ലേ ഓഫിൽ കടക്കണമെങ്കിൽ 18 റൺസിനെങ്കിലും ജയിക്കണമായിരുന്നു. അത്യന്തം ആവേശം നിറഞ്ഞ മത്സരത്തിൽ 27 റൺസിന് RCB CSK തോൽപ്പിക്കുകയും പ്ലേ ഓഫിൽ കടക്കുകയും ചെയ്തു. എന്നാൽ നമ്മൾ ഇന്നത്തെ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇവിടെയില്ല. അതിന് കാരണം ഈ സീസണിൽ RCBയും CSKയും പോയിന്റ് ടേബിളിന്റെ 2 ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. 10 മത്സരങ്ങളിൽ നിന്ന് 7 വിജയങ്ങളുമായി RCB 3-ാം സ്ഥാനത്താണ്. ഇന്നത്തെ മത്സരം ജയിച്ചാൽ പോയിന്റ് ടേബിളിൽ അവർക്ക് ഒന്നാമതെത്താം. എന്നാൽ CSKയുടെ കാര്യം പറഞ്ഞാൽ 10 മത്സരങ്ങളിൽ നിന്ന് വെറും 2 വിജയങ്ങളുമായി അവസാന സ്ഥാനത്താണ്. അവർ ഈ സീസണിൽ നിന്ന് ഒഫീഷ്യലി എലിമിനേറ്റ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇന്നത്തെ മത്സരത്തിന് ഇല്ലാത്തത്. ഇനി നമ്മൾ പ്ലേയേഴ്സിന്റെ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ RCBക്ക് അങ്ങനെ ആശങ്കപ്പെടാനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ കുറച്ച് സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വെൽ റൗണ്ട് യൂണിറ്റ് ഉള്ള ടീമാണ് RCBയുടേത്. അവർക്ക് വെൽ ഡിഫൈൻഡ് റോളുകളുണ്ട്. ഇനി സമ്മർദ്ദത്തിന് അടിപ്പെടുന്ന നിമിഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു തരം തന്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ആ മത്സരത്തിൽ എടുക്കുകയും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കൃണാൽ പാണ്ഡ്യയിലൂടെ അത് കണ്ടതാണ്. 2016 ശേഷം കൃണാൽ ഒരു 50 അടിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിലാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ വിരാട് കോഹ്ലിയുമൊത്ത് മികച്ചൊരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കാനും ടീമിനെ വിജയത്തിലെത്തിക്കാനും കൃണാലിനായി. ഈ ഒരു സീസൺ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു പാറ്റേൺ RCBയുടെ കാര്യത്തിൽ കാണാം. അതായത് എപ്പോഴും വിരാട് കോഹ്ലി ആ ടീമിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റേണ്ട സാഹചര്യം വന്നിട്ടില്ല. അവരുടെ വിജയങ്ങളിലെല്ലാം ആ ഒരു ടീം ഗെയിം, ആ ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കും. ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ ഇൽനെസ് മൂലം ഫിൽ സോൾട്ട് കളിച്ചിരുന്നില്ല. അപ്പോൾ പകരം ബെഥലാണ് വന്നത്. ബെഥല് നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയെങ്കിലും പിന്നീട് അത് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് അതൊരു ടഫ് പിച്ച് കൂടി ആയിരുന്നു. ഇനിയിപ്പോൾ ഫിൽ സോൾട്ട് റിക്കവർ ആവുകയാണെങ്കിൽ സോൾട്ട് തീർച്ചയായിട്ടും ഓപ്പണിംഗിലേക്ക് തിരിച്ചെത്തും. വിരാട് കോഹ്ലി എക്സലന്റ് ഫോമിലാണ്. ഇത്തവണയും ടോപ്പ് റൺ ഗെറ്റേഴ്സ് ലിസ്റ്റിൽ വിരാട് കോഹ്ലി ഉണ്ട്. ദേവദത്ത് പടിക്കലും സ്റ്റെപ്പ് ചെയ്യേണ്ട അവസരങ്ങൾ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ 2 സീസണുകളിൽ കാണാത്ത ആ ഒരു ഇന്റന്റോടെ, ആ ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റോടെ പടിക്കലിന് കളിക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ റൺസ് ഒന്നും എടുക്കാനായില്ലെങ്കിലും അത് നമ്മുടെ RCBയെ വറി ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല. ഇപ്പോൾ രജത് പട്ടിദാറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ തുടങ്ങിയത് വെച്ച് നോക്കിയാൽ കുറച്ചൊരു ഡിപ്പിലാണെങ്കിലും നമുക്കത് പട്ടിദാറിനെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിദാർ ഇറങ്ങിയ പല മത്സരങ്ങളിലും അപ്പോൾ ഒന്ന് സ്റ്റാൻഡ് ചെയ്തിട്ട് കളിക്കാനുള്ള അവസരം കിട്ടിയില്ല. മിക്ക മത്സരങ്ങളിലും പട്ടിദാർ ക്രീസിലെത്തിയപ്പോൾ അവസാനം ഒരു 3-4 ഓവർ മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ജിതേഷ് ശർമ്മയുടെ കാര്യം പറഞ്ഞാൽ ജിതേഷ് ശർമ്മ വാല്യുബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകുന്നുണ്ട്. ടിം ഡേവിഡ് എക്സലന്റ് ഫിനിഷിംഗ് ആണ്. ഇപ്പോൾ അവസരം കിട്ടിയപ്പോഴെല്ലാം തന്നെ തന്റെ ഒരു ഫിനിഷിംഗ് മികവ് ആവർത്തിക്കാൻ ടിം ഡേവിഡിനായി. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ കോഹ്ലി ഔട്ട് ആകുമ്പോൾ 2 ഓവറിൽ 18 റൺസ് വേണമായിരുന്നു. വെറും 5 പന്തുകളിലാണ് ടിം ഡേവിഡ് ആ മത്സരം ഫിനിഷ് ചെയ്തത്. പിന്നെ റൊമാരിയോ ഷെപ്പേർഡിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റ് ചെയ്യാനുള്ള അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എക്സലന്റ് പെർഫോമൻസ് നടത്തുന്ന ഒരു ബോളിംഗ് യൂണിറ്റ് ആണ്. ജോഷ് ഹേസൽവുഡ് എക്സലന്റ് ഫോമിലാണ്. ഭുവി നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. പിന്നീട് ആ മിഡിൽ ഓവേഴ്സിൽ എതിരാളികളെ റെസ്ട്രിക്ട് ചെയ്യാൻ കൃണാൽ പാണ്ഡ്യയ്ക്കും സുയാഷ് ശർമ്മയ്ക്കും കഴിയുന്നുണ്ട്. ഇപ്പോൾ യശ് ദയാൽ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും വിക്കറ്റുകൾ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ RCBക്ക് ആശങ്കപ്പെടാനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ RCBയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നേരെ ഒരു എതിർ ദിശയിലാണ് ഇവർ നിൽക്കുന്നത്. കാരണം ഇവർക്ക് ബാറ്റിംഗിലായാലും ബോളിംഗിലായാലും നിരവധി പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ സാം കറൻ നന്നായിട്ട് കളിച്ചു. ഈ സീസണിന്റെ തുടക്കത്തിൽ അവസരങ്ങൾ കിട്ടിയ മത്സരങ്ങളിലൊന്നും സാം കറന് കാര്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിഞ്ഞില്ല എങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ ഒരു എക്സലന്റ് ഇന്നിംഗ്സ് ആയിരുന്നു നമ്മുടെ സാം കറൻ കാഴ്ചവെച്ചത്. CSK ഈ സീസണിൽ ഉടനീളം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു മിഡിൽ ഫേസിൽ നല്ലൊരു ആക്സലറേഷൻ നൽകാൻ സാം കറനായി. ഡെത്ത് ഓവേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ ആ സാം കറൻ ആ മിഡിൽ ഓവേഴ്സ് നൽകിയ ഫൗണ്ടേഷൻ അവർക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയാതെ പോയി എന്നത് മറ്റൊരു കാര്യം. എങ്കിലും സാം കറന്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് പ്രതീക്ഷ നൽകുന്നതാണ്. അതുപോലെ തന്നെ ടീമിലേക്ക് എത്തിയ ഡിവാൾഡ് ബ്രേവിസും നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. പിന്നെ പവർ പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷോർട്ട് സ്റ്റിൻസ് ആണെങ്കിൽ കൂടി ആയുഷ് മാത്രമേ നല്ല രീതിയിലാണ് കളിക്കുന്നത്. ബാക്കി ആരും ആ ഒരു ടെല്ലിംഗ് കോൺട്രിബ്യൂഷൻസ് നൽകുന്നില്ല. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്രൈറ്റ് സ്പോട്ട് ഉള്ളത് ഖലീൽ അഹമ്മദാണ്. ഈ സീസണിൽ പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത പ്ലെയർ ഖലീൽ അഹമ്മദാണ്. എന്നാൽ ഖലീലിനെ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരു ബോളർ ഇല്ല എന്നതായിരുന്നു നമ്മുടെ CSKയുടെ പ്രശ്നം. ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ ടീമിലെത്തിയ അൻഷുൽ കമ്പോജ് ഡീസൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നീട് സ്പിൻ ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അത്ര ആശ്വാസകരമല്ല കാര്യങ്ങൾ. ഇപ്പോൾ സീസണിന്റെ തുടക്കത്തിൽ നൂർ അഹമ്മദ് എക്സലന്റ് ഫോമിലായിരുന്നു. തുടക്കത്തിലൊക്കെ പർപ്പിൾ ക്യാപ്പും നൂർ അഹമ്മദിന് തന്നെയായിരുന്നു. എന്നാൽ സീസൺ പുരോഗമിക്കും തോറും നൂർ അഹമ്മദ് എക്സ്പെൻസീവ് ആവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ജഡേജയിൽ നിന്നായാലും ആ ഒരു പീക്ക് പെർഫോമൻസ് ഇതേവരെ വന്നിട്ടില്ല. പിന്നീട് മദീഷ പതിരന അവരുടെ ഡെസിഗ്നേറ്റഡ് ഡെത്ത് ബൗളറാണ്. 11ാം ഓവറിന് ശേഷമാണ് പതിരനെ അവർ യൂസ് ചെയ്യുന്നത്. എന്നാൽ ആ ഒരു ഇമ്പാക്ട് നൽകാൻ പതിരനയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മിക്ക മത്സരങ്ങളിലും എക്സ്പെൻസീവ് ആയി. അത് മാത്രമല്ല യഥേഷ്ടം എക്സ്ട്രാസ് പതിരനെ വാരിക്കോരി കൊടുക്കുന്നുമുണ്ട്. ഇവരുടെ ബെഞ്ചിൽ എല്ലിസ് ഉണ്ട്. പക്ഷേ എല്ലിസിനെ വീണ്ടും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് അവർ ഇതേവരെ തയ്യാറായിട്ടില്ല. ഇനിയും അതിനവർ മുതിരുമോ എന്ന് കണ്ടു തന്നെ അറിയണം. എല്ലിസിന് തീർച്ചയായിട്ടും അവസരം കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.
പക്ഷേ അത് നടക്കുമോ എന്നറിയില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ടീമിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. പോസിറ്റീവ്സ് നോക്കുകയാണെങ്കിൽ സാം കറന്റെ കഴിഞ്ഞ മത്സരത്തിലെ പെർഫോമൻസ്, അതുപോലെ തന്നെ ഡിവാൾഡ് ബ്രേവിസ്, ഖലീൽ അഹമ്മദ് ഒക്കെയാണ് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിന്നസ്വാമി ഇതേവരെ 4 മത്സരങ്ങളാണ് നടന്നത്. അതിൽ ആദ്യത്തെ 3 മത്സരങ്ങളും ബോളേഴ്സ് നല്ല ഹെൽപ്പ് തന്ന മത്സരങ്ങളായിരുന്നു. പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ ചിന്നസ്വാമിയിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ട്രൂ സർഫസ് അല്ലെങ്കിലും ഒരുവിധം ബാറ്റിങ്ങിനെ പിന്തുണയ്ക്കുന്ന ഒരു സർഫസ് ആയിരുന്നു. കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിന് മഴ ഭീഷണിയുണ്ട്. ചിന്നസ്വാമിയിലെ സബ് എയർ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് ടോപ്പ് നോച്ച് ആണ്. അതുകൊണ്ട് മഴ കുറച്ചു നേരം മാറി നിന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രൗണ്ട് മത്സരത്തിന് വേണ്ടി ഒരുക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു റെയിൻ കർട്ടെയിൽഡ് മാച്ചിനാണ് കൂടുതൽ സാധ്യത. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് മഴ പെയ്യുന്നത് കൊണ്ട് പിച്ച് കവേഴ്സിനടിയിലാണ്. അങ്ങനെ വരുമ്പോൾ മത്സരത്തിലുടനീളം ബൗളർമാർക്ക് പിന്തുണ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി പ്രെഡിക്റ്റഡ് പ്ലേയിങ് 12ലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ ഫീവർ കാരണം ഫിൽ സോൾട്ട് കളിച്ചിരുന്നില്ല. സോൾട്ട് റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ ബദലിന് പകരം സോൾട്ട് ടീമിലെത്തും. അതല്ലാതെ RCB നിരയിൽ ചേഞ്ചസിന് സാധ്യത കാണുന്നില്ല. ഇനി CSKയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ആ ഒരു പ്ലേയിങ് 12 ടിങ്കർ ചെയ്യുമോ എന്ന കാര്യം അറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ ദീപക് ഹൂഡയ്ക്ക് പകരം വൻഷ് ബേദിക്കും അതുപോലെ തന്നെ മദീഷ പദ്രാനയ്ക്ക് പകരം നഥാൻ എല്ലിസിനും ഒരു അവസരം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ ആ ഒരു റൂട്ട് സ്വീകരിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. RCB നിരയിൽ നിന്ന് ജോഷ് ഹേസൽവുഡ്. ഹേസൽവുഡ് ഈ സീസണിൽ എക്സെപ്ഷണൽ ഫോമിലുള്ള താരമാണ്. ഇപ്പോൾ ചിന്നസ്വാമിയിൽ നടന്ന ആദ്യത്തെ 3 മത്സരങ്ങളിൽ എവേ ഗെയിംസിൽ ഹേസൽവുഡ് നടത്തിയ ഒരു പെർഫോമൻസ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ RRനെതിരെ നടന്ന മത്സരത്തിൽ ഹേസൽവുഡിന്റെ ഫൈനൽ സ്പെല്ലാണ് RCB വിജയം സമ്മാനിച്ചത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ഹേസൽവുഡ് എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്നറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. ഇനി CSK നിരയിൽ നിന്ന് ഡിവാൾഡ് ബ്രേവിസ്. ഇപ്പോൾ ബ്രേവിസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ച 2 മത്സരങ്ങളിലും ഡീസെന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്താൻ ബ്രേവിസിനായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ബ്രേവിസ് എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക എന്നറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? ചിന്നസ്വാമിയിൽ തുടർച്ചയായിട്ട് 2ാമത്തെ വിജയം നേടാൻ RCBക്ക് ആവുമോ? അതോ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്നത്തെ മത്സരം വിജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.